വോക്സ് ചേതന എന്ന ചേതന കോളേജിൻ്റെ പുതിയ സംരംഭത്തിലേക്ക് നിങ്ങളെ കൂടി അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. വോക്സ് ചേതന എന്ന് പറയുമ്പോൾ വോയിസസ് ഓഫ് ചേതന, ചേതനയുടെ ശബ്ദങ്ങൾ. അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഈ ക്യാമ്പസിലുള്ള എല്ലാവരുടെയും ശബ്ദങ്ങളാവാം. ക്യാമ്പസിൽ നിന്ന് നമ്മളെ ധന്യരാക്കാൻ വേണ്ടിയിട്ട്, ഈ ക്യാമ്പസിൽ ധന്യരാക്കാൻ വരുന്ന സാഹിത്യകാരന്മാർ, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നാടകപ്രവർത്തകർ, പല പല മേഖലയിൽ നിന്നുള്ള വരുന്ന അതിഥികൾ, അവർക്ക് വേണ്ടി നമ്മളുടെ പുതിയ ലൈറ്റിംഗ് സ്റ്റുഡിയോ തയ്യാറായിരിക്കുകയാണ്. ചേതനയുടെ ലൈറ്റിംഗ് സ്റ്റുഡിയോ തുടങ്ങി അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് വെറുതെ ആരും കർട്ടൻ വലിച്ചിട്ടോ നാടൻ മുറിച്ചിട്ടോ ചെയ്യുന്ന ഉദ്ഘാടനമല്ല. അതിൻ്റെ ഉദ്ഘാടനം ഇനി പുതിയ പുതിയ പ്രോഗ്രാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ വോക്സ് ചേതനയുടെ അത് പോഡ്കാസ്റ്റ് ആയിരിക്കാം, പല രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. ആ പ്രോഗ്രാംസിൻ്റെ ഒരു നല്ല സമ്പന്നത നിറഞ്ഞ ഈ വോക്സ് ചേതനയുടെ എല്ലാ എപ്പിസോഡിലേക്കും നിങ്ങളെ കൂടി സ്വാഗതം ചെയ്യാനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ തുടങ്ങുന്നു എന്നതിൽ. കാരണം നമ്മൾ 10ാം വർഷത്തിലേക്ക് ചേതന കോളേജ് കാലെടുത്ത് വയ്ക്കുമ്പോൾ കുറേ നാളുകളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ഒരു ആഗ്രഹം സാധിച്ചത് റേഡിയോ സി. നമ്മൾ തുടർച്ചയായിട്ട് ചേതനയുടെ റേഡിയോയിൽ നമ്മൾ പ്രോഗ്രാംസ് ഇങ്ങനെ എപ്പോഴും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വോക്സ് ചേതനയിൽ വീഡിയോ പ്രോഗ്രാംസ്, പോഡ്കാസ്റ്റ്, പല പ്രോഗ്രാംസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരെയും എല്ലാ എപ്പിസോഡിലേക്കും ക്ഷണിക്കുകയും ഇങ്ങനൊരു പുതിയ സംരംഭത്തിന് തുടക്കമിടാൻ സാധിക്കുന്നു എന്നാൽ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വോക്സ് ചേതന. വെൽക്കം ടു വോക്സ് ചേതന. ഇന്ന് നമ്മളുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മലയാളികളെ കുറേ അധികം സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നടനാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുനിൽ സുഗത സർ. നമസ്കാരം സർ. നമസ്കാരം. വെൽക്കം ടു വോക്സ് ചേതന. ചേതന ഒരിക്കലും സാറിന് ഒരു അന്യമായിട്ടുള്ള ഒരു പുതിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല. എഡിറ്റിംഗ് ഇൻ ഡിപ്ലോമ കോഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ നമ്മളുടെ കോളേജിൽ തന്നെ 2nd ആനിവേഴ്സറിക്ക് ഗസ്റ്റായിട്ടൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സ്പേസിൽ വീണ്ടും സാർ വന്നതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ എന്ത് തോന്നുന്നു വീണ്ടും ഒരു തിരിച്ചുവരവിൽ? തിരിച്ചുവരവല്ല, എപ്പോഴും ചേതനയിൽ ഉണ്ടായിട്ടുണ്ട് തുടക്കം മുതൽ. എത്രയോ കാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു സ്റ്റുഡൻ്റാണ് അവിടുത്തെ ഒരു FCP കോഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ, എഡിറ്റിംഗ്. ഫാദർ ബെന്നിയുടെ കീഴിലായിരുന്നു അത്. അങ്ങനെയാണ് ചേതനയായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ പല സാംസ്കാരിക പ്രവർത്തനങ്ങളും ചേതന ഭാഗഭാഗക്കാരുണ്ട്, അതിൻ്റെ ഒപ്പം ഞാനും നിൽക്കാറുണ്ട്. അപ്പോൾ ചേതനയായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. വളരെ സന്തോഷം. ചേതനയിൽ പല പരിപാടികൾക്കും വന്നിട്ടുണ്ട്. ഇപ്പോഴും പുതിയൊരു സ്റ്റുഡിയോൻ്റെ ഒരു ഉദ്ഘാടനമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് സാറിന് ഇവിടെ വന്നതിൽ. സാറിൻ്റെ സിനിമാ ജീവിതം അല്ലെങ്കിൽ അഭിനയ ജീവിതം തുടങ്ങുന്നത് നാടകങ്ങളിലൂടെയാണ് അല്ലേ? സൺഡേ തിയേറ്റർ പോലെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സിനിമാ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെൻ്റൽ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ചാപ്പാക്കുരിശാണെങ്കിലും ആമേനാണെങ്കിലും സുധി വാത്മിക ആണെങ്കിലും അങ്ങനെ കോമഡി, ആക്ഷൻ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സീരിയസ് റോൾസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അത് എൻ്റെ മാത്രം പ്രോസസ്സല്ലല്ലോ. അത് സിനിമാ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളിലെ ഒരു ഒത്തുചേരലാണ്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഒരു കഥാപാത്രം എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നുള്ളതിന് എൻ്റെ മെയിൻ എനർജി കിട്ടുന്ന എൻ്റെ സ്ക്രിപ്റ്റിൽ നിന്നാണ്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ കിട്ടും. പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. സംവിധായകനുണ്ട്, ഒപ്പം അഭിനയിക്കുന്ന നടീനടന്മാരുണ്ട്, ആ ഒരു സിറ്റുവേഷനുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് അതിനുള്ള ഊർജ്ജം തരും. അപ്പോൾ എപ്പോഴും നമ്മളൊരു നടൻ നിലയ്ക്ക് നമ്മുടേതായ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാനാണ് സിനിമയിൽ ചെയ്യുക. നാടകം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഇന്നൊരു നാടകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നാടകത്തിൽ അത് കുറച്ചും കൂടി നന്നായി നമുക്ക് തെറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞത് ഫൈനലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ ചെയ്യാൻ നോക്കും. ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളൊരു മാക്സിമം അതിൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കാൻ നോക്കും, ഔട്ട്പുട്ട് കൊടുക്കാൻ നോക്കും. സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് തോന്നുന്നു ഇറ്റ്ഫോക്കിന്റെ ഒരു വേദിയിൽ വെച്ചിട്ടാണ്. വർഷം ഞാൻ ഓർക്കുന്നില്ല, 1-2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. സ്ക്രീനിൽ കണ്ടിട്ടില്ല, സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഇറ്റ്ഫോക്കിന്റെ വേദിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു സിനിമാ ജീവിതത്തിനിടയ്ക്കും നാടകങ്ങളിലും അതുപോലെ തന്നെ നാടകോത്സവങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഭയങ്കര കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാധനം ബാലൻസ് ചെയ്യുന്നത്, സിനിമയും നാടകവും ഒക്കെ? അല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. നാടകം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ഭയങ്കര തിരക്കുള്ള സിനിമ നടന ചില സമയത്ത് തിരക്കുണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ ചില സമയത്ത് 2-3 സിനിമയൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവും, ചില സമയത്ത് നമുക്ക് ഒഴിവുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് നേരിട്ട് സംവദിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ വളരെ ജൈവികമായ കലയാണ്, വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരിതാണ്.
അപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്കെപ്പോഴും വളർച്ചയ്ക്ക് അത്തരം ആക്ടിവിറ്റീസ് അത്തരം അവസരങ്ങൾ ഞാൻ ഉപേക്ഷിക്കാറില്ല. അത്തരം അവസരങ്ങൾ തേടി പിടിച്ച് തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നാടകം വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇറ്റ്ഫോക്കിൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ ഇറ്റ്ഫോക്കിൻ്റെ ഒക്കെ തുടക്കകാലം മുതൽ ഫസ്റ്റ് ഇറ്റ്ഫോക്ക് മുതൽ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അന്നൊക്കെ ഗ്രാമങ്ങളിൽ പോയിട്ട് ഇതിൻ്റെ പ്രചരണാർത്ഥം നാടകം കളിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നാടകം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇറ്റ്ഫോക്ക് മാത്രമല്ല പുറത്തൊക്കെ പോയിട്ടൊക്കെ നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ, നാടകം കാണാനും നാടകത്തിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നാടകത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, നാടകങ്ങളിൽ മാത്രമല്ല ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുകയും അതുപോലെ തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്റ്റേജിന്റെ 2 സൈഡും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അഭിനേതാവ് എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ സംവിധായകൻ എന്നുള്ള നിലയ്ക്കും. അപ്പോൾ എത്ര ഡിഫറെൻ്റ് ആണ് ഈ 2 റോൾസും? ആൻഡ് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത് റോളായിരിക്കും? അതങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ സ്ക്രിപ്റ്റിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമ എല്ലാ ഘടകങ്ങളും താല്പര്യം തന്നെ. ഞാൻ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആർട്ടിനോടുള്ളൊരു എന്താ പറയുക, ഒരു പാഷനല്ല. അപ്പോൾ പല ഘടകങ്ങളും ഞാൻ ആക്ച്വലി സിനിമ അസിസ്റ്റൻ്റ് സംവിധായകൻ നമ്മുടെ ഒരു വലിയൊരു ഡ്രീം തന്നെയാണ്, സിനിമ സംവിധായകൻ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ലെനിൻ രാജൻ സാറിൻ്റെ ഒപ്പം അസിസ്റ്റൻ്റായിരുന്നു 2 സിനിമകളിൽ, രാത്രിമഴയും മകരമഞ്ഞും. അപ്പോൾ ആ തരത്തിൽ വളരെയധികം താല്പര്യങ്ങളുണ്ട്. ആ തരത്തിലുള്ള വായനകളും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അഭിനയവും അങ്ങനെ യാദൃച്ഛികമായിട്ടല്ല, അഭിനയം വളരെ താല്പര്യമുള്ള സംഗതി തന്നെയായിരുന്നു. പക്ഷേ ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത് സംവിധായകനോ അസിസ്റ്റൻറ്റ് സംവിധായകനൊക്കെ ആവാനുള്ളതാണ് സിനിമയിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. വിജയിക്കട്ടെ. താങ്ക് യു. 2010 ആദ്യത്തെ സിനിമ റിലീസാവുന്നത്, ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കൂടുതൽ വർഷമായിട്ടുണ്ട് സിനിമാ ജീവിതം തുടങ്ങിയിട്ട്. കുറേ അധികം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇനി പരീക്ഷിച്ച് നോക്കാൻ താല്പര്യമുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഏതായിരിക്കും? നമ്മൾ അത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആസ് എൻ ആക്ടർ നമുക്കെപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച കാര്യമില്ല. നമ്മളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണമെന്ന് ആദ്യം തന്നെ അത് എഴുതുന്ന ആൾക്ക് തോന്നണം, അത് തന്നെ സംവിധായകന് തോന്നണം, പിന്നെ മറ്റു ഘടകങ്ങളൊക്കെ ഒത്തു തന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ചോദിക്കുമ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ കുറച്ച് സിനിമകളിൽ അധികം ആക്ഷൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പോർത്തൊഴിൽ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിലൊക്കെ ആക്ഷൻ ചെയ്തു. വളരെ കുറച്ച് ഭാഗങ്ങളുള്ളെങ്കിലും അതൊക്കെ വളരെ കൺവിൻസിംഗ് ആയി ചെയ്യാൻ പറ്റിയെന്നും എനിക്ക് തന്നെ തോന്നിയിട്ട് മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യണം, ഡാൻസ് ചെയ്യണമെന്നുണ്ട് സിനിമകളിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു കഥാപാത്രം ചോദിക്കുമ്പോഴാണ് പറയണത്. എപ്പോഴും ഒരു നടൻ നിലയ്ക്ക് നമ്മളെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്നാണ് അയാളെ പറ്റിയിട്ടുള്ള വിജയം. അതായത് 10 കൊല്ലം കഴിഞ്ഞാലും ആ ഒരു കഥാപാത്രത്തെ ആളുകളുടെ മനസ്സിൽ നിൽക്കണം. അപ്പോൾ കുറേ കഥാപാത്രങ്ങൾ ചെയ്യാനും അത്തരം ഒരു മൈൽ സ്റ്റോൺ ആകുന്ന തരത്തിൽ നമ്മുടെ കരിയറിലും അതേപോലെ സിനിമയിലും എപ്പോഴും ആളുകൾ എത്രയോ കഥാപാത്രങ്ങളുണ്ട് നമ്മളിങ്ങനെ ആ കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡ്രീം എന്നല്ലെങ്കിൽ അയാളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എനിക്കത് തന്നെയാണ് ഒബ്ജക്റ്റീവ്. അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ പോർത്തൊഴിലിനെ മെൻഷൻ ചെയ്തിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പോർത്തൊഴിലിലെ ക്യാരക്ടർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് അതിലൊരു ഇമോഷൻസ് ഒക്കെ പോർട്രേ ചെയ്യാനായിട്ട്? അതെ അതൊരു ഹോംവർക്കൊക്കെ 2 തരം കഥാപാത്രങ്ങളില്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഫെമിലിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ 2-3 തരത്തിലൊക്കെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ തോന്നുന്ന കഥാപാത്രങ്ങളുണ്ട്. ചിലത് നമുക്ക് തീരെ പിടുത്തം കിട്ടാത്തതുണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രം നമ്മൾ കണ്ട ഒരു കഥാപാത്രമുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് സാമ്യം ഉണ്ടായിരുന്നു. പക്ഷേ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു കഥാപാത്രം ഒരു സീരിയൽ കില്ലറാണ്, സൈക്കോ ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ. അങ്ങനത്തെ ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടൊന്നുമില്ല അല്ലേ. അയാൾ എഴുതിയ ആൾ പോലും കണ്ടിട്ടുണ്ടാവില്ല, സംവിധായകൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാവനയാണ് അത് ഉണ്ടാക്കുന്നത്. നമുക്ക് പലതരത്തിലൊരു നടൻ നിലയ്ക്കുള്ള ഇൻപുട്ട് പലതരത്തിലുണ്ട്. ഒന്ന് നമ്മൾ കണ്ട സിനിമകൾ, നമ്മൾ കണ്ട കാഴ്ചകൾ, പിന്നെ മെയിൻലി നമ്മൾ കടന്നുപോയൊരു ജീവിതം ഉണ്ടല്ലോ, അതിലത്തെ അനുഭവങ്ങൾ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, ഇതിനൊക്കെ പുറമെ ആ സംവിധായകൻ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ ആ കഥാപാത്രത്തെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിൽ ഇൻപുട്ടായിട്ട് തരും. ഇതൊക്കെ നമ്മളൊരു അനലൈസൊക്കെ ചെയ്തിട്ട് അതാണ് ഇത് ടെക്നിക്കലി ഇങ്ങനെ പറയല്ല, പക്ഷേ അതൊക്കെ ഒരു പ്രോസസ്സിൽ നടക്കുന്നതാണ്. അത് നമ്മുടെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നടക്കുക. അപ്പോൾ ഇത്തരമൊരു കഥാപാത്രത്തിന് ഈ പോർത്തൊഴിലിലെ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ സംവിധായകൻ വിഘ്നേഷ് രാജ് ഇങ്ങനെ ആദ്യം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ചിത്രം കണ്ടിട്ടാണ്, എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ല അയാൾ. പക്ഷേ അയാൾ നടന്മാരെ നോക്കി ഇങ്ങനെ അങ്ങനെ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സിനിമയിലേക്ക് വേണ്ടി എടുത്തല്ലോ ഒരു ചിത്രം കണ്ടു അയാൾ ഇൻ്റർനെറ്റിൽ. അപ്പോൾ ആ മുഖമാണ് അയാളെ സ്ട്രൈക്ക് ചെയ്തത്. എന്നിട്ട് അയാൾ എന്നെ വിളിക്കുകയായിരുന്നു.
എൻ്റെ നമ്പർ തപ്പി വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വേവ് ലെങ്ത്തുള്ള ആളാന്ന് തോന്നി. പിന്നെ ആൾ ഇതിനെയൊക്കെ പറ്റുമോ, പിന്നെ അയാൾ എന്നെ വളരെ നന്നായിട്ട് ആ കഥാപാത്രത്തെ പറ്റി ബ്രീഫ് ചെയ്തു. അതായത് ഇയാൾക്ക് ഭയങ്കര ഒരു ട്രാജിക്കായിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ട്. അയാൾ കടന്നു പോയ ഒരു വഴികളും അയാളുടെ കുടുംബവും അത് ഇതെന്നൊക്കെ പറഞ്ഞ് അയാളെ ഭയങ്കരമായിട്ട് എനിക്ക് അയാളുടെ ഒരു ജീവിതം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഈ സീരിയൽ കില്ലേഴ്സ് ഇതുപോലത്തുള്ള ആളുകളുണ്ട്, ശരിക്കും ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിലുള്ള ചില കുറേ സീരിയൽ കില്ലേഴ്സിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അവരുടെ ഒരു ആക്ടിവിറ്റീസിൻ്റെ പുസ്തകങ്ങളുണ്ട്. അങ്ങനത്തെ ചില പുസ്തകങ്ങൾ അതിന് പുറമെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തന്നെ ഇൻ്റർവ്യൂസ് ഉണ്ട്, റിയൽ ഇൻ്റർവ്യൂസ് ഈ ചെയ്ത ആളുകൾ തന്നെ പറയുന്നത് അവർ ചെയ്തതിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അയാൾ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമുക്കൊരു നടൻ നിലയ്ക്ക് നടക്കുകയുള്ളൂ. കാരണം നമ്മൾ ചെല്ലുന്നു, സ്ക്രിപ്റ്റ് നോക്കുന്നു, പറയുന്നു, നമ്മൾ 2-3 തരത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ ഇതൊരു വലിയൊരു പ്രോസസ്സ് കൂടെ കടത്തി വിട്ടു ആൾ. അത് അയാളുടെ ഒരു ബ്രില്യൻസാണ്. എന്നെ പോലത്തെ ഒരാളെ ഇതുവരെ ചെയ്തൊരു സിനിമയിലും അതുമായി സാമ്യമുള്ള ഒരു സിനിമ ഒന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു ആക്ഷനും അതും ഇതൊക്കെ ഉള്ളൊരു കഥാപാത്രത്തിനെ എന്നെ ആൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ആ ഡയറക്ടർ ഒരു ബ്രില്യൻസാണ്. അപ്പോൾ അതിന് അയാൾ എന്നെ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് കൂടിയും കടത്തി വിട്ടു. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടിയിട്ട് ഇനി സിനിമയിൽ എങ്ങനെ കാണിക്കും, വലിയ കഥാപാത്രം. പക്ഷേ ഇതൊന്നും കാണിക്കണമില്ല സിനിമയിൽ ജസ്റ്റ് റെഫർ ചെയ്താൽ. പക്ഷേ ആസ് എൻ ആക്ടർ ഐ ആം ഓൾറെഡി ലോഡഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്, അത് ആ ഹെവിനെസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ സഹായിച്ചു. അതേപോലെ തന്നെ അതിൽ അഭിനയിച്ച ശരത് കുമാർ സാറിൻ്റെ കഥാപാത്രത്തെയും ഇങ്ങനെയാണ് പറയുന്നത്. പുള്ളി ഒരുപാട് ട്രോമയെ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്താണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആളുടെ മുഖം നോക്കുമ്പോൾ അറിയാം ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇയാൾക്ക് എന്തോ, നമ്മൾ ചിലരെ കാണുമ്പോൾ അറിയില്ലേ ഇയാളെന്തോ പ്രശ്നം എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇയാൾ. അതിലും അയാളുടെ പുറത്ത് ചില മുറിവുപാടുകളൊക്കെ കാണിക്കുന്നുള്ളൂ, ഈ പറയുന്നതാണല്ലോ. പക്ഷേ നമുക്കറിയാം ഇയാളുടെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്, പക്ഷേ അടുത്ത പാർട്ടിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ആ സിനിമയും ആ കഥാപാത്രമൊക്കെ കൺവിൻസിങ് ആക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ ഹാർഡ് വർക്ക് ആ ക്യാരക്ടറിൽ കാണുന്നുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു. ആസ് എൻ ആക്ടർ നമുക്കത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്, നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിന് വേണ്ടി പോവുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് അപൂർവമായിട്ട് സംഭവിക്കുക. അങ്ങനെ സംഭവിച്ച ചില സിനിമകളുണ്ട് അങ്ങനെ. ഇപ്പോൾ തമിഴിൽ ജയിലർ 2ന്റെ ഭാഗമാകുന്നു എന്നുള്ള സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഭാഗമാണ് തന്നെ അത്. അതിനെപ്പറ്റി എന്താണ് പറയാൻ സാധിക്കുക, ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? അതറിയില്ല, ഇപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ട്. അതിനുശേഷം ഞാൻ 2 സിനിമയും കൂടി റിലീസായിട്ടുണ്ട്. ഒന്ന് ബ്ലഡി ബഗ്ഗർ എന്ന് പറഞ്ഞിട്ട്, കവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കവിനാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, ശിവബാലൻ എന്ന് പറഞ്ഞ ഡയറക്റ്റ് ചെയ്തത്. പിന്നെ മദ്രാസ് മാറ്റ്നി എന്ന് പറഞ്ഞ 3 സിനിമകൾ ഓൾറെഡി റിലീസായിട്ടുണ്ട്. പിന്നെ 1-2 സിനിമകൾ ചെയ്തിട്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്യുന്ന ജയിലർ 2 ആണ്. ജയിലർ 2ൽ നല്ല രസമുള്ള കഥാപാത്രമാണ്. വില്ലൻ അതായത് കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് സാമ്യമുള്ളത് ഒരു ഹ്യൂമർ ടച്ചൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് സാറിൻ്റെ ഒപ്പമൊക്കെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ. ഒരുപാട് മലയാളി ആക്ടേഴ്സും ഉണ്ട് ഈ ജയിലർ 2ൽ. സുരാജ് വെഞ്ഞാറമൂടിന്, കോട്ടയം നസീർ, അന്നാരാജൻ, അങ്ങനെ കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് സാറിൻ്റെ ഇനിയുള്ള കഥാപാത്രങ്ങൾ കാണാനും അത് ആസ്വദിക്കാനായിട്ടും. ഇനിയും കുറേ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും വോക്സ് ചേതനയുടെ ഭാഗമാകാൻ സാറിനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ചേതന വരുന്ന എപ്പോഴും എനിക്ക് വളരെ സന്തോഷമുള്ള നമ്മുടെ ഒരു വീട് പോലത്തെ സ്ഥലം തന്നെയാണ്. നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു ചേതന, എപ്പോഴുമാണ് വളർച്ചയുടെ. അപ്പോൾ വോക്സ് ഇപ്രാവശ്യം വന്നൊരു പർപ്പസും കൂടി ഇടാണ്. വോക്സ് ചേതനയുടെ ഉദ്ഘാടനമാണ്. വോക്സ് ചേതന ഒരുപാട് സർഗാത്മക പ്രവർത്തനങ്ങൾ നടക്കട്ടെ. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, സർഗാത്മക ജീവിതത്തിൽ ഒരു ചവിട്ടുപടിയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻസ്പിറേഷനോ ആവട്ടെ. വോക്സ് ചേതനയിൽ ഒരുപാട് ക്രിയേറ്റീവായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.